നാട്ടിലുള്ള സമയം തൊട്ടിട്ട് ഞാനൊരു സംഭവം തപ്പി നടക്കുകയാണ്. ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു ബുക്ക് തപ്പി നടക്കുകയാണ്. അപ്പോ അന്നൊന്നും എനിക്കത് എങ്ങനെയായിട്ടും എനിക്ക് കിട്ടണില്ല. പറയുമ്പോൾ നമുക്ക് നാട്ടിലാണല്ലോ കുറെ ഫ്രണ്ട്സ് ഉള്ളത്. അപ്പോൾ ചോദിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് തരാം, എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നല്ലോ. ഇവിടെ വന്നപ്പോ പിന്നെ നമുക്ക് അതിനുള്ള മാർഗമൊന്നുമില്ല. അപ്പം വേറെ അറിയുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് വേറെ കൺട്രിയിലെ ഇവിടെയൊന്നുമല്ല. അപ്പൊ നമുക്കത് കിട്ടാൻ വലിയ മാർഗമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ അത് വായിക്കണം എന്ന്. അപ്പം എനിക്കത് വായിക്കാനുള്ള വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കയ്യിൽ വന്നോളും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ യോഗം എനിക്കുണ്ട്. നോക്ക്, കണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും ഹിന്ദുവായിട്ട് എന്തിനപ്പോ ഇതൊക്കെ വായിക്കണേ, രാമായണ മാസല്ലേ, രാമായണം വായിച്ചൂടെന്ന് ചോദിക്കും. പക്ഷെ എല്ലാരും ഒന്നാണല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്കിത് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഇത്. ഞാൻ ഇപ്പോ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അവിടെ ഒരു യാദൃശ്ചികമായിട്ടൊരു സംസാരത്തിൽ വന്നതായിട്ട് എനിക്ക് വായിക്കണം എന്നുള്ള ആഗ്രഹം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെയോ ഒരു സംസാരം വന്നതാ. എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു, അവിടെയുള്ള കുട്ടി ചോദിച്ചു, നിനക്ക് വേണോ, മലയാളം വിവർത്തനം എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണം പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ കുട്ടി കൊണ്ടത്. അത് 2 ഭാഗമായിട്ടാത്രേ. അപ്പം ഇതിന്റെ ഫസ്റ്റ് ആണിപ്പോ എന്റെ കയ്യിലുള്ളത്. ഇത് വായിച്ചു കഴിയുമ്പോൾ അവള് അടുത്തത് കൊണ്ടുതരും. ഞാൻ ഇങ്ങനെ ഒരു നിധി പോലെ ഞാൻ കൊണ്ടുപോകണ്ട. എന്താ അല്ലേ, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ. നമ്മൾ മറന്നാലും ദൈവം മറക്കൂല. ഹാപ്പി.